ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും അഗാപ്പെ ഫാമിലിയിലേക്ക് സ്വാഗതം. മഹിമ, ഇന്ന് നമുക്ക് അല്പസമയം പ്രാർത്ഥന എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കാം. തീർച്ചയായും പ്രാർത്ഥന എന്നത് നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ്. നമ്മൾ എല്ലാവരും ദിവസവും പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ ബൈബിൾ വായിക്കുകയാണെങ്കിൽ പ്രാർത്ഥന എന്നത് ദൈവവുമായുള്ള ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ, അതായത് ഇടയിൽ ഒരു മധ്യസ്ഥരുമില്ലാതെ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ദൈവത്തോട് പറയുന്ന ഒരു പ്രോസസ്സാണ് പ്രാർത്ഥന എന്നുള്ളത്. അതായത് നമ്മൾ എപ്പോഴും ദൈവത്തോട് ഓരോ ആവശ്യങ്ങൾ പറയുക എന്നതിലുപരിയായി നാം ദൈവത്തിൽ നിന്നും ചിലത് പ്രാപിച്ചെടുക്കുന്നു. നാം തെറ്റ് ചെയ്താൽ അതിന് പശ്ചാത്തപിച്ച് ദൈവത്തോട് പറയുന്നു, അല്ലെങ്കിൽ ദൈവത്തിന് നന്ദി പറയുന്നു. ഇതെല്ലാം പ്രാർത്ഥനയുടെ വിവിധ തലങ്ങളാണ്. എന്റെ പ്രാർത്ഥനാ രീതി ആയിരിക്കില്ല മഹിമയുടേത്. ഓരോരുത്തരുടെയും പ്രാർത്ഥനാ രീതികൾ പോലും വ്യത്യസ്തമാണ്. എന്നിരുന്നാലും പ്രാർത്ഥന എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വെപ്പണാണ്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് കേൾക്കാനിടയായി. അതിൻ്റെ അകത്ത് ഞാൻ കേട്ടപ്പോൾ എന്നെ വളരെ അത് ആകർഷിച്ചു. നമ്മുടെ പുതിയ നിയമത്തിൽ പൗലോസ് ആൻഡ് ഷീലാസിനെ പറ്റി പറയുന്ന ഒരു ഭാഗം. അതായത് അവർ ഫിലിപ്പി എന്ന പട്ടണത്തിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പുറപ്പെടുമ്പോൾ അവർക്ക് നേരിടേണ്ടി വരുന്ന ഒരു വലിയൊരു പ്രയാസം. അതായത് അവരെ രണ്ടുപേരെയും കൂടെ ഉപദ്രവിക്കുന്നു, അവരെ ചങ്ങലയിലിടുന്നു, കാലാമത്തിലിടുന്നു. അവർ ലോക്ക്ഡപ്പ്, കംപ്ലീറ്റ്ലി അവർ ലോക്ക്ഡൗൺ. ഇപ്പൊ നമ്മുടെയൊക്കെ ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ വന്നാൽ നമ്മൾ പറയും, കർത്താവെ ഞാൻ ഇറങ്ങി തിരിച്ചത് സുവിശേഷ വേലയ്ക്ക് വേണ്ടിയാ, എന്നിട്ട് ഞാൻ നേരിടേണ്ടി വന്ന എന്റെ കൈയും കാലും അനങ്ങാത്ത രീതിയിൽ ഞാൻ കിടക്കുക, ഇതാണോ എനിക്ക് കിട്ടുന്ന സമ്മാനം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയിൽ നിന്ന് പുറകോട്ട് വരാനാണ് ചാൻസ്. പക്ഷെ വചനത്തെ നമ്മൾ ഈ സാഹചര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർക്ക് ആകെ അനക്കാൻ പറ്റുന്ന അവരുടെ നാവായിരുന്നു. ആ നാവ് കൊണ്ട് അവര് കർത്താവിനെ സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവിടെ ഭയങ്കര ഒരു വിടുതൽ നടക്കുന്നു. അവിടെ ഒരു ഭൂകമ്പം ഉണ്ടാകുന്ന പോലെ കയ്യിലെ ചങ്ങല അഴിയുന്നു, അവരുടെ കാലിലെ ആമം അഴിയുന്നു. അങ്ങനെ അവർക്ക് വേണ്ടി കാവൽ നിന്ന കാവൽക്കാരൻ ഇത് കണ്ട് പേടിച്ചിട്ട് ഓടി വന്ന് തന്നെത്താനെ കൊല്ലാൻ വാളെടുക്കുന്നു. അപ്പൊ ഇവര് പറയുക, ദൈവം ഇത് ഞങ്ങളുടെ പേരിൽ നീ നിന്നെ തന്നെ ഉപദ്രവിക്കരുതേ. അങ്ങനെ ഒരു പ്രവൃത്തി അവിടെ നടക്കുന്നത് മൂലം ആ കാവൽക്കാരനും കുടുംബസമേതം സ്നാനപ്പെടുന്നു. അവിടെ ഒരു വിടുതൽ നടക്കുന്നു. സച്ച് എ പവർഫുൾ വെപ്പൺ ഇറ്റ് ഈസ്, അല്ലെ? ആ ഒരു പ്രാർത്ഥനയിൽ നിന്നുണ്ടായിരിക്കുന്ന ഒരു വിടുതൽ, അത്ര ശക്തമായ ഒരു പ്രവൃത്തി നമുക്ക് വചനത്തിൽ കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതെ, അത് എന്ന് വെച്ചാല് പ്രാർത്ഥനയിൽ കൂടെ സംഭവിച്ച വിടുതൽ വലുതാണ്, അല്ലേ? നമ്മൾ അതുപോലെ പഴയ നിയമം നോക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ഒരാൾ ആരാണ്? ദാനിയേലാണ്, അല്ലെ? ദാനിയേലിന്റെ പ്രാർത്ഥന, ദാനിയേലിന് ഒരു റുട്ടീൻ ഉണ്ടായിരുന്നു. ദാനിയേലിന്റെ പ്രാർത്ഥനാ ജീവിതത്തിന് 3 നേരം പ്രാർത്ഥിച്ചു എന്നാണ് നമുക്ക് വചനത്തിൽ കാണുന്നത്. ദാനിയേലിന്റെയും നെബൂഖദ്നേസർ രാജാവ് ദാനിയേലിനെയും തന്റെ സുഹൃത്തുക്കളെയും ബാബിലോൺ പ്രവാസത്തിലേക്ക് കൊണ്ടുവന്ന ആ സമയം മുതൽ ദാനിയേലിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതം ഉണ്ട്. സമയങ്ങൾ കടന്നുപോയി, കാലങ്ങൾ കഴിഞ്ഞു, രാജാക്കന്മാർ പലത് മാറി മാറി വന്നു. എന്നിട്ടും ദാനിയേലിന്റെ ജീവിതത്തിലെ പ്രാർത്ഥനയ്ക്ക് മാത്രം ഒരു മാറ്റവും സംഭവിച്ചില്ല. അവസാനം ദാരിയാവേശ് രാജാവിന്റെ സമയം എത്തിയപ്പോഴാണ് ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നത്. ഇനിയുള്ള 30 ദിവസങ്ങൾ രാജാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, രാജാവിനെ നമസ്കരിക്കുക. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മളാണ് ദാനിയേലിന്റെ സ്ഥാനത്തെങ്കിൽ ഇങ്ങനൊരു കൽപ്പന വരുന്നു, അതനുസരിക്കാത്തവരെ സിംഹക്കുഴിയിലിട്ട് കൊന്നുകളയും. ഇങ്ങനൊരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും? തീർച്ചയായിട്ടും ഭയപ്പെട്ടു പോകും, അല്ലേ? നമ്മൾ ഭയപ്പെടും. നമുക്ക് എന്താ ചെയ്യാൻ പറ്റാത്ത, നമ്മൾ സ്റ്റക്കായി നിന്ന് പോകുന്ന ഒരു അവസ്ഥ വരും. പക്ഷേ ദാനിയേലിന്റെ ജീവിതത്തിൽ ദാനിയേൽ ആ കൽപ്പന തന്റെ ചെവിയിൽ കേട്ട നിമിഷം ദാനിയേൽ ഓടുന്നത് എങ്ങോട്ടാണെന്നറിയോ? തന്റെ പ്രാർത്ഥനാ മുറിയിലേക്കാണ്. ബൈബിളിൽ കാണുന്നത് താൻ മുൻപ് പ്രാർത്ഥിച്ചിരുന്നത് പോലെ ആ ദിവസവും ദാനിയേൽ 3 നേരം പ്രാർത്ഥിച്ചു. ഈ ദാരിയാവേശിനെ കൊണ്ട് ഇങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചത് പോലും ദാനിയേലിന്റെ ശത്രുക്കളാണ്. എന്തിനാ? ദാനിയേലിനെ ഉപദ്രവിക്കാൻ വേണ്ടി, അല്ലേ? അപ്പോൾ ഈ കൽപ്പന കേട്ടുടനെ ദാനിയേൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ട മറ്റുള്ളവർ വന്ന് ദാരിയാവേശിനോട് പറയുന്നു. ഇവരെല്ലാവരും കൂടെ പിടിച്ച് ദാനിയേലിനെ സിംഹക്കുഴിയിൽ കൊണ്ടിടുന്നു. ഞാൻ ആ വചനം വായിച്ചപ്പോൾ എന്നെ ഏറ്റവും സ്ട്രൈക്ക് ആയ ഒരു കാര്യം എന്താണെന്ന് അറിയാവോ? നമ്മൾ ആ വചനത്തിൽ കാണുന്നുണ്ട്, ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടു. പക്ഷെ ഈ കുഴിയിലിട്ടതിന് ശേഷം ദാരിയാവേശ് പറയുന്നുണ്ട്, നീ ദിവസവും പ്രാർത്ഥിക്കുന്ന ദൈവം നിന്നെ വിടുവിക്കും. അതായത് സിംഹക്കുഴിയിൽ തള്ളിയിട്ട ആൾക്ക് പോലും ഒരു വിശ്വാസമുണ്ട്, ദാനിയേൽ പ്രാർത്ഥിക്കുന്ന ദൈവം ഇറങ്ങി വന്ന് ദാനിയേലിനെ വിടുവിക്കുമെന്ന്. എന്തൊരു മിറാക്കിളാണ് അതല്ലേ? എന്തൊരു പവർഫുൾ ആണ് പ്രാർത്ഥന. അപ്പൊ എനിക്കതിൽ നിന്ന് മനസ്സിലായത്, പ്രാർത്ഥിക്കുന്ന ഒരുവൻ വ്യത്യസ്തനാണ്. അവൻ ഏത് സമൂഹത്തിന്റെ നടുവിൽ നിന്നാലും അവൻ വ്യത്യസ്തനായിരിക്കും. അവന്റെ പ്രാർത്ഥന മറ്റുള്ളവരെയും കൂടെ അഫക്ട് ചെയ്യും. അവർക്കും മനസ്സിലാവും ഇവൻ പ്രാർത്ഥിക്കുന്ന ദൈവം ശക്തനാണ്, ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തനാണ്
ശക്തനാണ്, അവൻ പ്രാർത്ഥിക്കുന്ന ദൈവം എന്ന് മനസ്സിലാവും. അതെ അതെ. വചനത്തിൽ കാണുന്നുണ്ട്, ആ രാത്രിയിൽ ദാര്യാവേശിന് സ്വസ്ഥത ലഭിച്ചില്ല ഉറങ്ങാൻ. അതെ. രാവിലെ ദാര്യാവേശ് ഓടി വരുവാ. എവിടോട്ടാ? ദാനിയേലിന്റെ സിംഹക്കുഴിയിലേക്ക് ഓടി വരുവാ. എന്നിട്ട് വിളിക്കുന്നുണ്ട്, ദാനിയേലേ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ ദാനിയേല് തിരിച്ചു പറയുന്നുണ്ട്, തിരുമനസേ, അതെ, സിംഹങ്ങളുടെ വായ എന്റെ തമ്പുരാൻ അടച്ചു കളഞ്ഞു എന്നല്ലേ. പ്രാർത്ഥനയാൽ ദാനിയേലിന്റെ ആ സിംഹക്കുഴിയിൽ കിടത്തിയപ്പോൾ ദാനിയേലിനെ ദൈവം രക്ഷിച്ചു. എങ്ങനെ? സിംഹങ്ങളുടെ വായടച്ച് രക്ഷിച്ചു. പ്രാർത്ഥനയുടെ ഒരു അത്ഭുതം എന്താണ്? എന്ത് വലിയ പ്രശ്നങ്ങളാണെങ്കിലും പ്രാർത്ഥനയാൽ ആ പ്രശ്നങ്ങളൊക്കെ മാറിപ്പോകുന്നത് കണ്ടോ? ഇതെല്ലാം പ്രാർത്ഥനയാലേ സംഭവിക്കുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ആ വചനം വായിച്ചപ്പോ ഞാൻ തന്നെ ദൈവത്തോട് ചോദിച്ചു പോയി, ദൈവമേ, ദാനിയേൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനല്ലേ, പിന്നെ എന്തിനാ ഇത്രമാത്രം പ്രശ്നങ്ങൾ ആ മനുഷ്യന്റെ ജീവിതത്തിൽ കൊടുത്തത്? ദാനിയേലിന്റെ ജീവിതത്തിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ വരാൻ എന്ത് തെറ്റ് അയാൾ ചെയ്തു? വേണമെങ്കിൽ ദൈവത്തിന് ആ രാജാവിന്റെ ഹൃദയത്തോട് ഇടപെടാമായിരുന്നു അല്ലേ? അല്ലെങ്കിൽ ദാനിയേലിന്റെ ശത്രുക്കളുടെ കണ്ണിൽ നിന്ന് ദാനിയേലിനെ മാറ്റിക്കളയാമായിരുന്നു. ദൈവം ഇതൊന്നും ചെയ്തില്ലല്ലോ ഈ പ്രാർത്ഥിക്കുന്ന ആളുടെ ജീവിതത്തിൽ. അതെന്താ? അപ്പൊ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് പ്രാർത്ഥിക്കുന്ന ആളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ഒരു കൃപ ആര് തരും? ദൈവം നമുക്ക് തരും അല്ലേ? തീർച്ചയായിട്ടും. ഇതുമായിട്ട് നമുക്ക് ഡയറക്ട്ലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന കർത്താവ് യേശു ക്രിസ്തു 40 ദിവസം രാവും പകലും ഉപവസിക്കുന്നത് അല്ലെ. അപ്പൊ ഇപ്പൊ തന്നെ ജൂഹി പറഞ്ഞതുപോലെ പ്രാർത്ഥന പ്രയാസം മാറിപ്പോകാൻ വേണ്ടി അല്ലെന്ന് പറയുന്ന പോലെ അപ്പൊ ഈ 40 ദിവസം ഉപവാസം പ്രാർത്ഥന നമ്മുടെയൊക്കെ സഭകളിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ പറയും ഉപവാസം കഴിയുമ്പോൾ വിടുതല്, ഉപവാസം കഴിയുമ്പോൾ ജയം, ഉപവാസം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ കാണാൻ പോകും. തീർച്ചയായും അത് കാണത്തില്ലെന്നല്ല, നമ്മൾ അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ വചനത്തിൽ കാണുന്നത് 40 ദിവസം രാവും പകലും കർത്താവ് യേശു ക്രിസ്തു മരുഭൂമിയിൽ കൂടെ ഉഴന്നു നടന്നു. എന്തിന്? പിശാചിനെ എതിരേൽക്കാൻ. അതായത് അടുത്ത് വരാൻ പോകുന്നത് പിശാചിനെ കാണാനുള്ള ഒരു വലിയൊരു ഫൈറ്റിംഗ് നേരിടാൻ വേണ്ടി പോവുകയാണ്. പ്രിപ്പറേഷൻ. അതെ അതെ, തീർച്ചയായിട്ടും ഒരു പ്രിപ്പറേറ്ററി ടൈം ആയിരുന്നു 40 days ഓഫ് പ്രെയർ ആൻഡ് ഫാസ്റ്റിംഗ്. അപ്പൊ ഈ 40 days കഴിഞ്ഞ് പിശാചുമായിട്ട് എതിരിടുമ്പോൾ ചെറിയ ടെംപ്റ്റേഷൻ അല്ല അവിടെ വരുന്നത്. പിശാച് പറയുക, ഈ കല്ലിനെ എടുത്ത് അപ്പമാക്കുക, അല്ലെങ്കിൽ നീ എന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ ഇത് മൊത്തം നിനക്ക് ഞാൻ തരാം. അത്ര ശക്തമായ പവർഫുൾ ടെംപ്റ്റേഷൻസ് മുമ്പിൽ വരുമ്പം ഈ 40 days ഓഫ് ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയർ ആണ് ഇതിനെ ജയിക്കാൻ സാധിച്ചത് അല്ലെ. അതായത് നമ്മുടെ വചനത്തിൽ കണ്ടാൽ 1 തിമോഥെയോസ് 5:16-17 പറയുന്നു, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ പറയുന്നു. അതായത് പ്രാർത്ഥിക്കാൻ ഒരു സമയം കാലമില്ല, സന്ദർഭവും ഇല്ല. നമ്മൾ തുടർച്ചയായി പ്രാർത്ഥിക്കുക. ഏത് സന്ദർഭത്തിലും ഏത് സാഹചര്യത്തിലും രാവിലെ പകലെന്നില്ല, ഏത് സമയത്തും നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടിരിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾക്ക് ഈ നിലയിൽ ഇങ്ങനെ ഇരിക്കാൻ നമ്മളെ കർത്താവ് എത്രത്തോളം മാനിച്ചത് നമ്മൾ പ്രാർത്ഥനയാണോ? അല്ല, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. അതെ, നമ്മൾ ഇപ്പോൾ നിലനിന്നത് അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ശക്തമായ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ അപ്പനമ്മമാർ കരഞ്ഞതാണ്, അവരുടെ പ്രാർത്ഥനയാണ്. അവരുടെ യാത്രയുടെ യാമങ്ങളിൽ കണ്ണുനീരൊഴുക്കിയതിന് മറുപടിയാണ് നമ്മൾക്കും ഇങ്ങനെ ഇരിക്കാൻ ദൈവം സഹായിച്ചത്. അപ്പൊ നമ്മളിൽ ഒരു കർത്തവ്യമുണ്ട് അല്ലെ. നമ്മുടെ ഒരു തലമുറ വളർന്നു വരുന്നുണ്ട്, നമുക്ക് കുഞ്ഞുങ്ങളുണ്ട്, അവരെ നമ്മൾ പ്രാർത്ഥനയെ വളർത്തിക്കൊണ്ട്. അപ്പൊ നമ്മളുടെ ഈ പ്രാർത്ഥനാ ജീവിതം കണ്ടാലേ നമ്മളോടൊപ്പം അവര് മുട്ടുമടക്കത്തുള്ളൂ. നമ്മളൊന്ന് പ്രാർത്ഥിക്കാനിരിക്കുമ്പോ അത് കണ്ട് കൂടെ ഇരിക്കണമെങ്കിൽ നമ്മളിൽ ആ ഒരു ഉത്തരവാദിത്വം വേണ്ടേ ജോഹി? അതെ, നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് കാണിച്ചു തന്ന മാതൃക നമ്മളും നമ്മുടെ പുതിയ തലമുറകൾക്ക് കാണിച്ചു കൊടുക്കണം. പ്രാർത്ഥനാ ജീവിതം എന്നത് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ആ ഒരു ചിന്തയും നമ്മുടെ ജീവിതത്തിൽ വേണം. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, ഒരു സമൂഹത്തില് എന്താ നമുക്ക് കാണുന്നതെന്ന് വെച്ചാല്, ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ മനുഷ്യരെല്ലാരും ദുഃഖിതരായി പോകുന്നു. ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ പറ്റാതെ ആ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടുന്നു അല്ലെ, നിരാശരായി പോകുന്നു, അല്ലെങ്കിൽ ആശ്വാസത്തിനായി മറ്റു വഴികൾ കണ്ടെത്തുന്നു. പക്ഷേ വചനം പറയുന്നത് ഇതൊന്നും അല്ല. നിങ്ങൾക്കൊരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് ഒളിച്ചോടുകയല്ല വേണ്ടത്, പ്രാർത്ഥിക്കുക, മുട്ടുമടക്കുക ദൈവസന്നിധിയിൽ. ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നമാണെങ്കിൽ കുടുംബത്തിൽ എല്ലാവരും കൈകോർത്തിരുന്ന് പ്രാർത്ഥിക്കുക. വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു പ്രശ്നമാണെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ സാഹചര്യത്തിൽ നാം ദൈവത്തോട് പറയുക അല്ലെ. നമ്മുടെ എല്ലാ സാഹചര്യത്തിലും എല്ലാം നാം ദൈവത്തോട് പറയുക. വചനത്തിൽ പോലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, നമ്മൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, ജീവിതത്തിൽ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും സ്തോത്രത്താലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ അറിയിക്കുക അത്രയും വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും അല്ലെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.